ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നിതാ പുതിയൊരു മലയാള സിനിമ റിലീസ് എത്തിയിരിക്കുന്ന സിജു വിൽസൺ നായകനായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പുഷ്പകുമാരം എന്ന് പറയുന്ന സിനിമ. മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ചിത്രമെന്ന് അവകാശപ്പെടുന്ന ചിത്രം മികച്ചൊരു ത്രില്ലർ ചിത്രമാണോ പരാജയ ചിത്രമാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമയുടെ റിവ്യൂകൾക്കും മറ്റ് സിനിമ അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പുഷ്പകുമാരം സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മികച്ചൊരു ട്രെയിലർ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടായിരുന്നു. ഒരു ത്രില്ലിങ്ങും അതോടൊപ്പം തന്നെ ഒരുപാട് സസ്പെൻസ് നിലനിർത്തുന്ന ഒരു ടൈം ലൂപ്പ് ചിത്രം തന്നെയാണ് പുഷ്പകുമാരം എന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. ചിത്രത്തിൽ നായകനായിട്ട് വന്നിരിക്കുന്ന സിജു വിൽസൺ ആണ്. ഇപ്പോൾ വളരെ നല്ല സെലക്ഷൻ ഉള്ള ഒരു നായക സ്ഥാനത്തേക്ക് നല്ല രീതിയിൽ മുന്നേറി വരുന്ന ഒരു നടനാണ് സിജു വിൽസൺ. അതൊക്കെയാണ് സിജു വിൽസന്റെ ഈ ഒരു റീസെന്റ് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘടത്തിലോട്ട് പുഷ്പകുമാരം മാറുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് മലയാളത്തിന്റെ പ്രിയതാരം യുവതാരം ബാലു വർഗീസും വരുന്നുണ്ടായിരുന്നു. നായികയായിട്ട് നമ്രത എത്തുമ്പോൾ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ധീരജ്, ഡെന്നി, സിദ്ദിഖ്, ലെന, അതോടൊപ്പം സോഹൻ സീനരാജ്, അതോടൊപ്പം തന്നെ പത്മരാജ്, രതീഷ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. റയോണ റോസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ കുടിയാൻമല, ടിവിസോ മൂവീസ്, നെരിയ ഫിലിം ഹൌസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആരിഫ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം പ്രദർശനത്തിൽ എത്തിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നല്ല പ്രതീക്ഷയുണ്ട്. ഇന്ന് ചിത്രം തിയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ്. ഏകദേശം 9 മണിയോടുകൂടി ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന് ഒരു കാര്യമായിട്ടുള്ള ബുക്കിംഗിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് ഒരു പക്ഷേ ഇനി മികച്ച അഭിപ്രായം നേടിയെടുത്താൽ മാത്രമേ ചിത്രത്തിന് നല്ല രീതിയിലൊരു ഒരു ഓഡിയൻസിനെ നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതൊക്കെയുള്ള ആദ്യ ഷോ കാണാൻ വേണ്ടി കാര്യമായിട്ടുള്ള ബുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിത്രം എത്രത്തോളം പ്രേക്ഷകരിലോട്ട് ചിത്രം ആദ്യ ദിനം എത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതൊക്കെയാണ് മലയാളത്തിൽ നിന്ന് ഒരു മികച്ചൊരു ടൈം ലൂപ്പ് ചിത്രമായിട്ട് പുഷ്പകുമാരൻ എന്ന് പറയുന്ന സിനിമ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതൊക്കെയാണ് നമ്മൾ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. ചിത്രം കണ്ടതിന് ശേഷം ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് പുഷ്പകുമാരൻ എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ദിവസം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ സിനിമകളുടെ റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.